ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുകയാണ്. ഇതുവരെ ജീവിതത്തിൽ നിരാശ ഉണ്ടായിട്ടുള്ളവർ ഉണ്ടാകും. ജീവിതം മടുത്തു എന്ന് തോന്നി അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചവരുണ്ടാകാം. എന്നാൽ പുതിയൊരു വർഷത്തിലേക്ക്, പുതിയൊരു ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മയെല്ലാം ആവേശഭരിതരാക്കേണ്ട ഒരു കാര്യം, പുതുദിനം അല്ലെങ്കിൽ പുതുവർഷം ഒരുപാട് സാധ്യതകളും അനുഭവങ്ങളും നമുക്ക് നൽകുന്നു എന്നതാണ്. കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് തുടങ്ങുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ പുതുവർഷം അത്ഭുതങ്ങൾ നിറഞ്ഞതായിരിക്കും. ആമേൻ. നാം കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമായില്ല ദൈവത്തെങ്കിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. നമ്മുടെ ജീവിതത്തെ കർത്താവ് ഏറ്റെടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവിൽ ഭരമേൽപ്പിക്കുക. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ വന്ന ദുഃഖങ്ങളും മുറിവുകളും വേദനകളും യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ വയ്ക്കുക. നമ്മെ വ്രണപ്പെടുത്തിയ, ഭാരപ്പെടുത്തിയ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകാം. കർത്താവിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ വയ്ക്കുക അല്ലെങ്കിൽ സമർപ്പിക്കുക. അതും ചുമന്നുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക്, പുതുദിനത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അതിനർത്ഥം ഒരിക്കലും അത് ഓർക്കരുത് എന്നല്ല. അത് ഓർത്തുകൊണ്ട് അത് നമുക്കൊരു ഭാരമായ ചുമട് ആകാതിരിക്കുക, ഭാരമേറിയ ചുമടായി തീരാതിരിക്കുക. രണ്ടാമതായി, ഇതുവരെയും ജീവിതത്തിൽ വന്ന തെറ്റുകള്, അനുസരണക്കേടുകള് ഏറ്റുപറഞ്ഞ് നല്ലൊരു മനസാക്ഷിയുടെ ഉടമയായി തീരുക. കാരണം വിശുദ്ധി കൂടാതെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നറിഞ്ഞിരിക്കണം. മൂന്നാമതായ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച പരാജയങ്ങളിലേക്കും ഭീതിപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളിലേക്കും നോക്കാതെ മുമ്പോട്ട് നോക്കുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഞാൻ പിമ്പിലുള്ളതിനെ മറക്കുന്നു, മുമ്പിലുള്ളതിനെ ലക്ഷ്യം വയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു ലക്ഷ്യവും അത് പ്രാപിപ്പാനായിട്ട് ഒരു പദ്ധതിയും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ, നിറവേറുവാൻ യേശുവാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുവർഷം എല്ലാവർക്കും അനുഗ്രഹകരമായിരിക്കട്ടെ. ആപത്ത് അനർത്ഥം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ.